മീൻ അടിച്ചു വാള ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫിഷ് ആർക്കിന് പിന്നെയും മീൻ അടിച്ചു. വാളയാണ് വാള. മീൻ എത്ര ഉണ്ടോ എൻ്റെ ഒരു ഇതില്? ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സോൾട്ട് ടു. അപ്പോൾ ഇനി നമ്മൾ വന്നില്ല പറഞ്ഞാൽ നമ്മളെ വളപുരത്തേക്കാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ നമ്മളെ കൂടെ ഒന്ന് താരിക്കുണ്ട്, മിന്നാജുണ്ട്, അതുപോലെ ഞാനുണ്ട്, പിന്നെ വേറെ ചെറുക്കുണ്ട്. അപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവനെ കാത്തിക്കണം. ഞങ്ങളിതാ പോണത് ഈ റൂട്ടാട്ടോ. അപ്പോൾ താരിക്കും മിന്നാജ് മുന്നിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ ബാക്കിലാണ്. അപ്പോൾ ഗായ്സ് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. കാമോ മിന്നാജ് 2 ലിറ്ററിൻ്റെ കുപ്പിയോട് വളർത്തിക്കണു. ഞാനേ സാരിക്കേ എന്തായാലും സാറിനെ കുറിച്ച് പറയല്ലേ? ഇതെടുക്കണ്ടേ വ്ളോഗാണ്. പറയാം എന്താ മിന്നാജി സ്ഥലത്തിനെ കുറിച്ച് പറയല്ലേ? രോഹുണ്ടോ? ആ തീറ്റ എടുത്തു എല്ലാവരും എഴുതിക്കണോ? ഒക്കെ സെറ്റാണ്. ഞാൻ ഒന്നും കിട്ടില്ല എന്ത് ചെയ്യാറോ, പോളോടും ഇരിക്കും. ഗായ്സ് പോണ സ്ഥലങ്ങൾ വൈബാട്ടോ, നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഏത് ഇവിടെ വെയിലാണ്. ഓ എന്നാ പെട്ടെന്ന ഇത് ഗൈസ് നമുക്ക് വൈബ് സ്ഥലം. ഗൈസ് ഞങ്ങളിതാ ഈ മരത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ മുള്ളുമ്പഴ ഉണ്ടോ? ഗൈസ് നമ്മൾ മീൻ പിടിക്കാൻ വരുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മീൻ അടിച്ചു വാള ഓട്ടെ. അന്ന് ഞങ്ങൾ ചെറുതാലേ കുഞ്ഞു വാള കുഞ്ഞു വാളട്ടോ. ഒരു അരക്കിലോ ഉണ്ടാവും. അരക്കിലോ ഉണ്ടല്ലേ? ഇതെന്താ വല എന്ത് ചെയ്യാനോട് വല എടുത്താനാ പറഞ്ഞിട്ട് പിടിച്ച അങ്ങനെ നമ്മളെ പിടിക്കാതെ മീനെ പിടിക്കുന്നവനും മീനെ പിടിച്ച ഫിഷർമാനും തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഒരു അരക്കിലോ ഉണ്ടാവും അരക്കിലോ ഉണ്ടാവും. നല്ല വാള കേട്ടോ, നല്ല നാടൻ വാള. ഗായ്സ് അപ്പൊ നമ്മക്കേ പെട്ടെന്ന് ഒരു 2 മീനോട് അടിച്ചു കണ്ടോ. അപ്പൊ മൊത്തം 3 വാള അടിച്ചു. എനിക്കൊന്നും അടിച്ചു, താരിക്ക് 2 അടിച്ചുക്കണു. ചെക്കന്ന് ഹാർട്ടിക്ക് അടിച്ചുക്കണു. ഇനി ഒന്നിനും പിടിച്ച ഹാർട്ടിക്കാവില്ലേ ആയിരിക്കേ? അതാ അവിടെ എന്തോ ഒരു സ്പൂണിന്റെ കേസിന് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുക, 2 ആളും കൂടി അപ്പുറം നിന്നിട്ട്. ഈ വാള പിടുത്തല്ലോ ഭയങ്കര ഫീലിംഗ് കേട്ടോ. ആ സാധനം അതിന്റെ ആയുധം കാണിച്ചതാ. സിംഗിൾ സ്പൂൺ വേണ്ടി സാധനമൊക്കെ പിടിച്ചത് അതാ. മീൻ കണ്ടോളി കണ്ടോ സാധനങ്ങള് എടുത്തുക്കോ. ഇത് ഫസ്റ്റ് ആയിരിക്കും കിട്ടിയത് കണ്ടോ. അരക്കിലോന്റെ അടുത്തുണ്ടാവും സാധനം. നല്ല വാള കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് 2ാമത് അടിച്ച സാധനം. അതാണ് ഇപ്പൊ നിലവിൽ കിട്ടിയാൽ ഏറ്റവും വലുത് അല്ലേ? അതന്നെ. അതിന്റെ തൊള്ളയിൽ കൈ കിട്ടാ കൈ പോകും. ഞാൻ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചിൻ്റെ പല്ലുണ്ടോ? പല്ലുണ്ടോ ഉണ്ടോ? അരന്മാരത്തെ പല്ലട്ടോ. അങ്ങോട്ട് ഇട്ടാ ആണോ, അങ്ങോട്ടും ഇങ്ങനെ പോകും, പക്ഷെ ഇങ്ങോട്ട് വലിച്ചാണ്ടോ കൈ കൊടുക്കണ്ടോ. നല്ല ഗ്രിപ്പ്. ഇത് അത്യാവശ്യം ഒരു 1ൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട് ഈ മീൻ, താരിക്ക് പിടിച്ച മീൻ. പിന്നെ അതാ ഞാൻ പിടിച്ച മീൻ ഇപ്പോൾ പ്രസവിച്ചിട്ടോളൂ എന്നതാ ഇളയ സാധനം. ഇതിനെ പള്ളം തീർത്തിക്കണ്. ഇതിന് മുട്ട ഉണ്ടാവും. എയർ കയറ്റിയാണ് അല്ല ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് അടിച്ചാണ്, അതുകൊണ്ട് കാണിച്ചാൽ പറ്റില്ല. താരിക്കിന് വേഗം അടിച്ചു ചെയ്തു, എനിക്ക് പെട്ടെന്ന് അടിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 മീനാണ്. താരിക്ക് കുടിച്ചാൽ ഇയാൾ ചത്തിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങിൽ ഇതാ അടിച്ച 3 കൊമ്പന്മാരാണ്. താരിക്കിന് 2 അടിച്ചു, എനിക്ക് 1 അടിച്ചു. എനിക്ക് അടിച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയ സാധനം കേട്ടോ. ഇത് മിന്നാജ് പിടിച്ചിരിക്കുന്നത് താരിക്കിന് അടിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടി. നല്ലൊരു അടിപൊളി വാമയായിരുന്നു സംഭവം. ഓക്കെ താരിക്കിന് പിന്നെയും മീൻ അടിച്ചു.
വാളയാണ് വാള. വണ്ടി കണ്ടില്ലേ? വാള കാഴ്ച. ആ പിന്നെ 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 നേരെ മെല്ലെ 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 കൊണ്ട് മെല്ലെ കൊണ്ട് മെല്ലെ കൊണ്ട് മെല്ലെ കൊണ്ട് റൈറ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡ്. ഗ്രിപ്പർ 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 ഗ്രിപ്പർ. അങ്ങോട്ടോ രണ്ട് ടാങ്ക് കാണാൻ അങ്ങോട്ടോ തൂക്കിക്കോ തൂക്കിക്കോ. മെയിൻ ആയിട്ട് മാഷാഅല്ലാ മാഷാഅല്ലാ. ടാങ്കുകൾ കാണാൻ പറ്റും. ഗ്രിപ്പിട് ഗ്രിപ്പിട് അതിന്റെ ചെറുതല്ല ഗ്രിപ്പിട് പിന്നെ. ഓ ഓ ആ വലിയ ടാങ്കില്ലേ? ആ വലിയ ടാങ്കിന്റെ അങ്ങോട്ട് പോരെ. പിടിച്ചാ പിടിച്ചു പിടിച്ചു പിടിച്ചു. ആ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ ടാങ്കില്ലേ? ആ ടാങ്കിന്റെ ആ സൈഡിലേക്ക് ഇങ്ങോട്ട് നടന്നിട്ട് പോരെ കുറച്ച്. അതിനെ താരിക്ക് ഹാർട്ടി കടിച്ചു ഗൈസ്. അപ്പൊ എന്റെ കണ്ണു വേടാ. അനക്ക് കൊണ്ട മീനായി. ഞാൻ ആളുമ്പോ എല്ലാരും കൊറേ മീനായി കൊണ്ടെന്നാ എന്തിയെ ഗൈസ്. നാലാമത്തെ വാളേട്ടോ. പിന്നെ പൊക്കണ മിന്നാജെ. ഗൈസ് ഇന്നത്തെ ഫിഷിങ് ഒന്നും പറയല്ല, ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മളെ മച്ചാൻ കൂടെ ഉണ്ട്, മിന്നാജ് ഉണ്ട്, താരിഖ് ഉണ്ട്. എന്താ എന്തൊക്കെ പറയല്ലേ? ഒന്നും പറയല. പക്കല്ലേ ഫിഷിങ്? അതൊക്കെ അവിടെ വാല നോക്കട്ടെ. വാ വാള ഫയർ വാള ഫയർ. എന്തായാലും നമുക്ക് ഇഞ്ഞി വരണം നോക്കാം. ഇഞ്ഞി മീൻ കിട്ടുമെന്ന് ഉറപ്പാണല്ലേ മിന്നാജെ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കാഴ്ച നമ്മളെ മീൻ പിടുത്തം ഇവിടെ പുരോഗമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞു നമ്മൾ പോവാണ് ഇനി. അപ്പോൾ ഇന്ന് കിട്ടിയ മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി 4 വാളിട്ടിട്ടതാണ്. 4 എണ്ണം കിട്ടി. താരിക്കിന് 3 എണ്ണം കിട്ടി. താരിക്ക് ഹാർട്ടിക്ക് അടിച്ചു. ഞാൻ ഒന്നും പിടിച്ചു. സാധനം അടിപൊളി കേട്ടോ, നല്ല വാളേന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയതിൽ നല്ല അടിപൊളി വാള പറഞ്ഞാൽ ഇതങ്ങ് കാണുമ്പോൾ അറിയണ്ടോ അതിൽ ഏതാണ്. ഈ വിലത്തെ കഴിയുമ്പോഴത്തെ ഈ സാധനം ഇത് നല്ല വലിയ വാള. അത്യാവശ്യം ഒരു ഒക്കെപ്പാടെ 4-5 കിലോ ഉണ്ട് കേട്ടോ. മീൻ എത്ര ഉണ്ടോ എൻ്റെ ഒരു ഇതിൽ? ഇതിലൊരു എല്ലാം കൂടി ഒരു 3 കിലോ 4-5 കിലോ ഉണ്ടാവില്ലേ? 3 കിലോ 4 കിലോ ഉണ്ടാവില്ലേ? 4 കിലോ ഉണ്ടാവും ഉറപ്പാണ്. അത് എടുത്തോടാ, വെയിറ്റ് നോക്കണേ. 4 കിലോ ഉണ്ടാവും. ഞാൻ അറിയണം 4 കിലോ. ഓക്കെ ഓക്കെ തൂക്കി 4 കിലോ. അപ്പോൾ കാഴ്ച നമ്മളെ ഫിഷിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമുക്ക് വീഡിയോസ് എടുക്കാൻ പരമാവധി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഇത് പിടിക്കണ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം ഫോൺ വേറെ സ്ഥലത്ത് വെക്കാം, നമ്മൾ പിടിക്കണ വേറെ സ്ഥലത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് 4 വാള കിട്ടി. അപ്പോൾ അടുത്ത ഞായറാഴ്ച ആയിരിക്കും എന്താ പ്ലാന്? അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഷുവറായിട്ടും പിടിക്കും ഇൻഷാ അല്ലാ അല്ലേ? അന്ന് നമ്മൾ ഒരു സ്പൂൺ 2 കിലോ വാങ്ങിക്കൊണ്ടണം. അതാണ് നമ്മളെ പ്ലാന്. അപ്പോൾ കാഴ്ച നമ്മളിനി കുളിച്ചിട്ട് നേരെ നാട്ടിൽ പോവാണ്. ഇനി കുളിക്കണം പോയിട്ട്. കാരണം ഫുള്ള് മുഷിച്ചു വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ കിളി പോയിക്കണേ. അപ്പം ഇനി ചെറുക്കന്മാർ എന്താണ് എൻ്റെ അപ്പോൾ കാഴ്ച അന്നത്തെ മീനുകൾ ഒന്നിനും കണ്ടോളി. 4 വാള ഒക്കെ ഒരു സൈസിലാണ് കേട്ടോ. ഒരു 1/2 കിലോ 3/4 കിലോ 1 കിലോൻ്റെ സൈസിലെ നാളാണ് ഒക്കെ. ആ റേഞ്ചേ വന്നിട്ടുള്ളൂ കണ്ടോ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ പറഞ്ഞാണ് ഇനി വലിച്ചോട് വലിച്ച് കിട്ടിയോ? എങ്ങനെയുണ്ട് ഇതൊക്കെ ഇന്നത്തെ ഫിഷിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്ത ടാക്കിൾസ് ആണതാ. ഷിമാനോന്റെ FX 4000 അതുപോലെ പിന്നെ അൽഫഡ റോഡ് നല്ല വളരെ ബ്രൈഡ് പറഞ്ഞത് റെനോന്റെ 26 mm. ഞാൻ ഉപയോഗിക്കുന്നത് ഇതാട്ടോ. ഇതാ ഈ സാധനമാണ്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിനി പോവാണ്, നാട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ നമ്മളെ അതാ ഓഫായി. ഇന്നത്തെ നമ്മളെ മീനിൻ്റെ വെയിറ്റ് നോക്കാം കേട്ടോ. എത്രയാണ് എടുത്ത മൈനസ് ആവും. ആദ്യം നോക്കി അത് ഓണാക്കി എന്നിട്ട് വെക്കേ. എത്ര kg വരെ നമ്മൾ പോകും? 4,700 കേട്ടോ. 3,700 3,702 വിറ്റ കൂടെ 700 ആ വലിപ്പമുള്ള മിന്നാന്ന് വെച്ചാൽ നാളെ കിട്ടിയ എത്ര ഉണ്ടായിരുന്നു? അത് ഇത് തുലാസം പറയതാ. താരിഖിന്റെ കടയത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. 1/2 കിലോ ഉണ്ടായി. അതിനെ കൊണ്ടേക്കോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് ഇവിടെ നല്ല അടിപൊളിയായിട്ട്
കഴിഞ്ഞു, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി ഇവിടുന്ന്. അപ്പോൾ അതാ മിന്നാജ് ഉണ്ടോ, മിന്നാജ് ഇന്നത്തെ ഫിഷിംഗ് ഉണ്ട്. മിന്നാജെ അടിപൊളി പൊളി അല്ലേ, നമ്മൾ മച്ചാണ് അവിടെ അനുവിനും എങ്ങനെയുണ്ട് ഇന്നത്തെ ഫിഷിങ്? അടുത്ത ഞായറാഴ്ച നമ്മൾ പൊളിക്കും. അടുത്ത ആഴ്ച 2 കിലോ സ്പൂണോട്ടാണ് വരുന്നത്. ലീഡറിലും ബ്രൈഡും പൊട്ടിയാറി. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതൊക്കെ മേലെ പിടിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോസ് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കാത്തിരുന്ന് കാണാം. ടാറ്റാ, ബൈ.